കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് തെറ്റ്. 1 പാലിയം സത്യാഗ്രഹം നടന്നത് 1947-48 ശരിയാണ്. നിവർത്തന പ്രക്ഷോഭം 1932 1932. പട്ടിണി ജാഥ 1936. ഗുരുവായൂർ സത്യാഗ്രഹം 31-32. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിൻ്റെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ ബി ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവയാണ് ശരി. സത്യശോധക സമാജം ജ്യോതിറാവു ബാഫുലെ. ഹരിതകാരണി സമാജം വീരേശലിംഗം. ഇത് രണ്ടും ശരിയാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് തിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്രിപ്സ് മിഷൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ഗസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അതായത് ICCയുടെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രം ശരി. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്നു. ഈ രീതി എന്താണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫോം ലൈൻ. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് അല്ലാണ്ടുള്ള ലൈൻസ് കൊണ്ട് നമ്മൾ വരയ്ക്കുന്നതിനെയാണ് ഫോം ലൈൻ എന്ന് പറയുക. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ നമ്മൾ വരയ്ക്കുന്നതാണ്. അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ് വരിക. കണ്ടിന്യൂസ് ആയിട്ടൊരു ലൈനാണ് വരിക. ഫോം ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടുള്ള ലൈനാണ് വരിക. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരത്തേനെ ലിപ്പുലേഖ് ചുരം എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മുംഗേഷ്പൂർ, ഡൽഹി. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 4 ആണ് ശരി. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ ഉയരത്തിൽ പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? അത് ക്യുമുലസ് മേഘങ്ങളാണ്. ഇത് ക്യുമുലസ് മേഘങ്ങളാണ്. കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2 ആണ് ശരി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. 1ാമത്തെ എവറസ്റ്റ്, 2ാമത്തെ മൗണ്ട് കേട്ടു, 3ാമത്തെ കാഞ്ചൻജംഗ. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അൽമാട്ടി ഡാം കർണാടക കൃഷ്ണനദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1 ശരി, 2 ശരി, 3 ശരി.
RBIയെ ഒരു നിയന്ത്രണ സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റി. സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകി. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തി. എല്ലാം ശരിയാണ്. നീതി ആയോഗിൻ്റെ 4ാം ഘട്ട വട്ടവാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷം 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. വളർച്ചാ ലക്ഷ്യം 5-6% എന്നത് തെറ്റാണ്. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി. പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ്. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ്. ഓക്കെ. റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരി, 3 തെറ്റ്. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കിന് റിപ്പോ റേറ്റ് എന്ന് പറയുന്നു. ശരിയാണ്. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പയെടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ്. ശരിയാണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് തെറ്റാണ്. എപ്പോഴും കുറവായിരിക്കും. ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളത്. തൊഴിൽ ലഭ്യത കൂടുകയാണ് ചെയ്തത്. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നത് ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്നത് ശരിയാണ്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു എന്നത് ശരിയാണ്. തെറ്റായിട്ടുള്ളത് തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഇതാണ് ആൻസർ. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1 പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 52.50%. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 1 ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായ ഓപ്ഷൻ. നിർദ്ദേശക തത്വത്തിൻ്റെ ആശയം കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് എന്നത് ശരിയാണ്. നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് 45 രാജ്യത്ത് നടപ്പിലാക്കി. ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങൾ അല്ല എന്നതും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ശരിയായ പ്രസ്താവന 2. ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ്. രാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമല്ല. ലോകസഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമില്ല. ഉപരാഷ്ട്രപതിയാകാൻ 30 വയസ്സല്ല 35 വയസ്സാണ് പൂർത്തിയാവേണ്ടത്. ഓക്കെ. അപ്പോൾ ശരിയായ പ്രസ്താവന ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരി, 2ഉം 4ഉം തെറ്റാണ്. ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഈ 2 ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആദ്യം വരുന്നത് വി ഗിരി, ദെൻ വരുന്നത് ആർ വെങ്കിട്ടരാമൻ, ദെൻ മുഹമ്മദ് ഹമീദ് അൻസാരി, ലാസ്റ്റാണ് ജഗദീപ് ധൻകർ വരുന്നത്. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, മുഹമ്മദ് ഹമീദ് അൻസാരി, ജഗദീപ് ധൻകർ. ചേരുംപടി ചേർക്കുക. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു.
പ്രോഹിബിഷൻ നിരോധനം. കോ വാറന്റോ എന്തധികാരത്തിൽ? ശരിയായ പ്രസ്താവനകൾ ഏവ? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. അത് ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഘാനക്കാരൻ ആയിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. എല്ലാം ശരിയാണ്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരം തിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസിൽ വരുന്നത് വിൽപ്പന നികുതി, അഖിലേന്ത്യാ സർവീസിൽ വരുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ അഖിലേന്ത്യാ സർവീസിലാണ് വരുന്നത്. ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേയും കേന്ദ്ര സർവീസാണ്. റെയിൽവേയും അതുപോലെ തന്നെ ഇന്ത്യൻ തപാൽ സർവീസും കേന്ദ്ര സർവീസാണ്. ഫോറസ്റ്റ് സർവീസ്, പോലീസ് സർവീസ് എന്നിവ അഖിലേന്ത്യാ സർവീസാണ്. വിൽപ്പന നികുതി സംസ്ഥാന സർവീസാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ്. 3 തെറ്റായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1. 1987 മുതൽ 1991 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. ശരിയാണ്. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. ശരിയാണ്. 11 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബും ശരിയാണ്. പട്ടം എ താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആർ ശങ്കർ കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 4 തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്നത് തെറ്റാണ്. ബാക്കി 3 ശരിയായ ഓപ്ഷൻസ് ആണ്. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS ആണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? 1. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവൃത്തികൾ. ശരിയാണ്. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവൃത്തികൾ. ശരിയാണ്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ശരിയാണ്. റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പ്, സ്വത്തവകാശം 226 വകുപ്പ്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് 61 വകുപ്പ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 300A വകുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം തെറ്റാണ്. മിനുസപേശികൾ രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു. ശരിയാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ശരിയാണ്. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു എന്നത് തെറ്റാണ്. കുറുകിയ വരകൾ കാണപ്പെടുന്നു എന്നതും തെറ്റാണ്. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. വാരിയെല്ലുകൾ 24 അസ്ഥികൾ. അത് ആണ് കറക്റ്റായിട്ടുള്ളത്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏത്? ആൻസർ ഓപ്ഷൻ സി പ്ലൂറ. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരി. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഓപ്ഷൻ സി ആണ്. ലൈസോസോം. രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാവുന്നു, ദെൻ പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു, ദെൻ
ഫൈബ്രിനോജിൻ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനമേത്? ആൻസർ ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്? ആൻസർ ഓപ്ഷൻ ബി മാസ്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു? ആൻസർ ഓപ്ഷൻ സി പോൾ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത? ആൻസർ ഓപ്ഷൻ സി മാലിയബിലിറ്റി. മാലിയബിലിറ്റി കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം? ഓപ്ഷൻ എ ബുധൻ. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രകാശം. P1 V1 = P2 V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി മെർക്കുറി. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. എന്തായിരിക്കും? ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിൻ്റെ BOD അഥവാ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് 1 മുതൽ 2 വരെ ppm ആണ്. 1 to 2 ppm. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്കു കാരണമായ ലവണമേത്? ആൻസർ ഓപ്ഷൻ സി നൈട്രേറ്റ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? ഓപ്ഷൻ സി മൈക്കിൾ ഫെൽപ്സ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ബോക്സിംഗ്. ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി തൃശ്ശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ സി നർഗീസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷമേത്? ഓപ്ഷൻ ബി 2023. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ വേഡ് പ്രോസസ്സർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ. 2 KB = 2048 ബൈറ്റ്. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അമിതാഭ് കാന്ത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 24. ചേരുംപടി ചേർക്കുക. ഇതിലെ ഓപ്ഷൻ എ ആണ് ഉത്തരം ആയിട്ട് വരുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007 വന്നു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാനായി എത്ര ഫീസ് അടയ്ക്കണം? ആൻസർ ഓപ്ഷൻ സി 10. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2 എന്നിവ ശരി, 3 തെറ്റാണ്. ഉപഭോക്താവിന് ഓൺലൈൻ ആയി പരാതി നൽകാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. എന്നാൽ ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നത് തെറ്റാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇക്ബാൽ സിംഗ് ലാൽപുര. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്?
ആൻസർ ഓപ്ഷൻ എ ആണ്. 60 വയസ്സോ അതിനു മുകളിലോ പ്രായം ഉള്ളവർ. ഒറ്റയാനെ കണ്ടെത്തുക. മാത്സ് ആണ്, ജസ്റ്റ് ആൻസർ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓപ്ഷൻ സി 91, 72 ഓപ്ഷൻ ഡി 12, 73 ഓപ്ഷൻ എ 35, 74 ഓപ്ഷൻ ബി 70, 75 ഓപ്ഷൻ ബി 9 കിലോമീറ്റർ, 76 ഓപ്ഷൻ സി 150, 77 ഓപ്ഷൻ എ മകൻ, 78 ഓപ്ഷൻ എ ആണ് വരുന്നത്, 79 ഓപ്ഷൻ ബി 12 സെക്കൻഡ്, 80 ഓപ്ഷൻ ബി 5. അടുത്തത് ഇംഗ്ലീഷിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ്. 81 ഓപ്ഷൻ ബി വുഡ് ഹാവ് പാസ്ഡ്, 82 ഓപ്ഷൻ എ ഹാസ് ഹി, 83 ഓപ്ഷൻ ഡി ദി ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദി പ്രിൻസിപ്പാൾ, 84 ഓപ്ഷൻ ബി എ, 85 ഓപ്ഷൻ സി ഹാഡ് റങ്, 86 ഓപ്ഷൻ സി ആസ്ട്രോണോമർ, 87 ഓപ്ഷൻ എ ഗ്ലൂമി, 88 ഓപ്ഷൻ ബി ഫീബിൾ, 89 ഓപ്ഷൻ ഡി ലോസ്, 90 ഓപ്ഷൻ സി ദി ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു ഗീവ് അപ്പ് സ്മോക്കിംഗ്. ഇനി മലയാളത്തിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. 91 വെൺതിങ്കൾ എന്നുള്ളതിനെ പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൺതിങ്കളിനെ പിരിച്ചെഴുതിയാൽ വെൾ പ്ലസ് തിങ്കൾ, ഓപ്ഷൻ സി. ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ടലം, വിൺ പ്ലസ് തലം. തദ്ധിതത്തിന് ഉദാഹരണം വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ അവരജൻ. ജലത്തിൻ്റെ പര്യായപദം അല്ലാത്തത് നളിനം. നളിനം എന്ന് പറഞ്ഞാൽ താമരയാണ്. ആനച്ചന്തം എന്ന ശൈലിയുടെ അർത്ഥം ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഓപ്ഷൻ എ ചൂടാമണി. 98 താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ഓപ്ഷൻ എരിതീയിൽ എണ്ണ ഒഴിക്കുക. 99 കവിയുടെ സ്ത്രീലിംഗ പദം കവയിത്രി. ഒറ്റപ്പദമാക്കുക. വർഷം തോറും പ്രതിവർഷം.